എനിക്കിഷ്ടപ്പെട്ട ആളാണെങ്കിൽ, ഞാൻ പറയണതെല്ലാം അതേപോലെ കേൾക്കുന്ന ആളാണെങ്കിൽ അവരോട് കുറച്ച് ഫേവർ നമുക്ക് കൂടുതലായിരിക്കുക. ചിലർ വന്ന് ഓഫീസിൽ ലീവ് ചോദിച്ചാൽ വേഗം എഴുതി കൊടുക്കും, ചിലർ ലീവ് ചോദിച്ചാൽ കൊടുക്കുകയില്ലേ. അപ്പോൾ ആൾക്കാർ പറയില്ലേ, കണ്ടില്ലേ, അവർക്ക് ഇഷ്ടപ്പെട്ടവർക്ക് എത്ര ദിവസം വേണമെങ്കിലും ലീവ് കൊടുക്കും. നമ്മൾ ഒരത്യാവശ്യത്തിന് ചോദിച്ചാൽ പോലും തരില്ല. അപ്പോൾ ലീവ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു സീനിയർ ഓഫീസറിനെ സംബന്ധിച്ചിടത്തോളം അത് ആർക്ക് ആവശ്യമെന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, എനിക്കിഷ്ടപ്പെട്ട ആൾക്ക് കൊടുക്കുക, ഇഷ്ടപ്പെടാത്ത ആൾക്ക് കൊടുക്കാതിരിക്കുക, അതും റോങ് ആണല്ലോ. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ നിർണയം നടത്തുമ്പോൾ ഒരു ഡിറ്റാച്ച്ഡ് ഒബ്സർവറായിട്ടിരിക്കാനും നിഷ്പക്ഷമതിയായിട്ടിരിക്കാനും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയായ നിർണയം നടത്താൻ പറ്റൂ. പക്ഷെ ഇത് രണ്ടിനും എന്ത് വേണം? നമ്മുടെ മനസ്സിൻ്റെ ചാഞ്ചാട്ടം, പാർഷ്യാലിറ്റി ഇല്ലാണ്ടാകണമെങ്കിലും, എവിടെ ഒരു ഒട്ടിപ്പിടുത്തം ഇല്ലാതെ നമുക്കൊരു തീരുമാനം എടുക്കാൻ കഴിയണമെങ്കിൽ ഒന്ന് നമ്മുടെ മനസ്സ് ക്ലിയർ ആവണം, മറ്റൊന്ന് ബുദ്ധിക്ക് ശക്തി വേണം. മനസ്സിന് ക്ലാരിറ്റി ഉണ്ടാകണമെങ്കിൽ, വ്യക്തത ഉണ്ടാകണമെങ്കിൽ, വിചാരം മനസ്സ് നമ്മുടെ ശുദ്ധമാകണമെങ്കിൽ അതിന് സത്സംഗം വളരെ പ്രധാനമാണ്. ശുദ്ധ വിചാരങ്ങളുടെ ആ ഒരു പ്രവാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ ക്ലീൻ ആകുക, അശുദ്ധിയെല്ലാം മാറിക്കൊണ്ടിരിക്കും.